ദൈവം നമ്മെ ഓരോ നിമിഷവും കരുതുന്നു എന്ന ആ വലിയ വിശ്വാസമാണ് നമ്മുടെ ബലം. മറ്റൊന്നും നമ്മുടെ ബലമല്ല. നമുക്ക് തോന്നും നമ്മുടെ ധനമോ നമ്മുടെ സ്വാധീനമോ നമ്മുടെ സൗകര്യങ്ങളോ ഇതൊക്കെയാണ് നമ്മുടെ ബലമെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവം എന്നെ കരുതുന്നു എന്ന് വിശ്വസിക്കുന്ന ഉറച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയാണ് ധൈര്യശാലി. അതാണ് ഏറ്റവും വലിയ ബലം. ബാക്കിയുള്ള ബലമെല്ലാം ഒരു ക്ഷണനേരം കൊണ്ടില്ലാതെയാകും. സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർക്കൊരു പീരീഡുണ്ട്. അത് കഴിയുമ്പോൾ അവർ നിലത്ത് പോകും, അല്ലെങ്കിൽ മാറിപ്പോകും. അല്ലെങ്കിൽ വലിയ പോസ്റ്റിലിരിക്കുന്നവർ, അല്ലെങ്കിൽ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് നാല് ചുറ്റിനും പട്ടാളവും അല്ലെങ്കിൽ അവരെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ, ബ്ലാക്ക് ക്യാറ്റുകൾ ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇതൊന്നുമില്ലാതെ നിങ്ങൾ ലോകത്തിൻ്റെ സകല മേഖലകളിലും പോയി, സകലയിടത്തും പോയി സുവിശേഷം പറയുവീൻ എന്ന് പറഞ്ഞു വിട്ടവരോട് നിങ്ങൾ വഴിക്ക് പണം കരുതരുത്, നിങ്ങൾ വഴിക്ക് വേണ്ട സംവിധാനങ്ങളൊന്നും എടുക്കരുത്, നിങ്ങൾ വെറും കൈയോടെ പോകുക എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോൾ അതെങ്ങനെയാണ് സഫലമാകുന്നത്? വിട്ടവൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ വെറുതെ പോയാൽ മതി, ഞാൻ നോക്കിക്കോളാം. എന്നാൽ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അതാത് സമയത്തെ ആവശ്യങ്ങളും അതാത് സമയത്തെ അനുഭവങ്ങളും അനുസരിച്ചാണ് നാം നമ്മെ തന്നെ വിധിക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഇപ്രകാരം പറയുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ 3-ാമത്തെ അധ്യായം. ഇനി ആ കാലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സഭാപ്രസംഗി പറയുകയാണ്, എല്ലാത്തിനും ഒരു കാലമുണ്ട്. നടാനൊരു കാലം, അത് കൊയ്യാനൊരു കാലം, എല്ലാറ്റിനും ഒരു കാലമുണ്ട്. അത് 1 മുതൽ 10-ാം വാക്യം വരെ ഈ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. നടാനൊരു കാലം, അതുപോലെ തന്നെ കരയുവാനൊരു കാലം, ചിരിക്കുവാനൊരു കാലം, ഇങ്ങനെ കുറേ കാലങ്ങളെ പറ്റും. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഈ ടൈം ടേബിൾ ആരാ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്? സഭാപ്രസംഗി ഇത് എഴുതുന്നതിൻ്റെ ഉദ്ദേശം ഇതാരാ ഇത് സൃഷ്ടിച്ചു വച്ചത്? എല്ലാത്തിനും ഒരു കാലമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. നടാനൊരു കാലം, കൊയ്യാനൊരു കാലം, കരയാനൊരു കാലം, ചിരിക്കുവാനൊരു കാലം, പെറുക്കിക്കൂട്ടുവാൻ, അത് ചിതറിക്കളയുവാനൊരു കാലം. ഇങ്ങനെ ഒരു കാലം വെച്ചിട്ടുണ്ട്. കാലത്തിനും സമയത്തിനും അതീതനായ ഒരുവന് മാത്രമേ നമ്മുടെ മുന്നിൽ കാലത്തെ സമയത്തെയോ വയ്ക്കുവാൻ സാധ്യമാകത്തുള്ളൂ. മനസ്സിലായില്ല? എൻ്റെ ജീവിതത്തിൽ ഒരു ടൈം ഡ്യൂറേഷൻ വയ്ക്കുവാൻ കഴിവുള്ള ഒരുവൻ, സമയത്തിനതീതമായ ഒരു ദൈവത്തിന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ സമയത്തെ വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഞാനൊരു വ്യക്തിയോട് സാരമില്ല, നാളെ ശരിയാകും, ഇന്ന് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ മാത്രമേ, നാളെ ഞാനുണ്ടെന്ന് ആരറിഞ്ഞു? എനിക്ക് എന്ന് വരെയാണ് എൻ്റെ അസ്തിത്വം, എൻ്റെ സമയത്തിൻ്റെ ബലം എന്ന് വരെയാണ്. ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ പോകുമോ എന്ന് ദൈവമല്ലേ തീരുമാനിക്കുന്നത്. മറ്റേത് ഞാൻ എൻ്റെ ആഗ്രഹമാണ്, ഞാൻ ഇത്ര മണിക്ക് വീട്ടിൽ വരാം എന്നുള്ളത് എൻ്റെ മനസ്സിൻ്റെ കണക്കുകൂട്ടലാണ്. പക്ഷേ അതിനെ സഫലമാക്കുന്നത് ദൈവമാണ്. എൻ്റെ കാലങ്ങളെ മാറ്റാൻ കഴിയുന്നത് കാലങ്ങൾക്കതീതമായ ദൈവം, കാലത്തെയും സമയത്തെയും സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ ആദിയിൽ സൃഷ്ടിക്കുമ്പോൾ കാലത്തിനതീതനായിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകം നോക്കിയാൽ മനസ്സിലാവും. അവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഇരുളും വെളിച്ചവും സൃഷ്ടിച്ചു, ഇതെല്ലാം സൃഷ്ടിച്ചു. അത് കഴിഞ്ഞാണ് ഇരുളും വെളിച്ചവും സൃഷ്ടിച്ച്, നമ്മൾ ഉൽപ്പത്തി വായിച്ച ഇരുളും വെളിച്ചവും സൃഷ്ടിച്ചു, ഇരുട്ടിനെയും വെളിച്ചത്തെയും സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പകലും രാവും നിയന്ത്രിക്കാൻ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത്. അപ്പം മനുഷ്യൻ ചോദിക്കും, ആദ്യം ഇരുളും വെളിച്ചവും, ആഴത്തിന് മീതെ ഇരുൾ വ്യാപിച്ചിരുന്നു. അവൻ ഇരുളിനെയും വെളിച്ചത്തെയും വേർതിരിച്ചു. പക്ഷേ അതിന് കാലമില്ലായിരുന്നു. കാലാതീതനായ ദൈവം അതെല്ലാം സൃഷ്ടിച്ചു. ഇനി ഇത് മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണല്ലോ ഇതെല്ലാം സൃഷ്ടിക്കുന്നത്. അപ്പം മനുഷ്യന് കാലം വേണമല്ലോ. മനുഷ്യന് കാലം വേണ്ടിയിട്ട് അവൻ പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും, അവിടെയാണ് കാലത്തെ സൃഷ്ടിച്ചത്.
അതിനു മുമ്പ് കാലാതീതന. ദൈവം ഇപ്പോഴും കാലാതീതന. ഭൂമി അതല്ല എൻ്റെ വിഷയം, അത് കുറച്ച് ഗഹനമായ പിന്നീട് എപ്പോഴേലും എടുക്കാം. കാലം അതിനു മുമ്പും കാലത്തിനതീതന് മാത്രമേ കാലത്തെ സൃഷ്ടിക്കാൻ പറ്റൂ. കാലത്തിനതീതനായ ദൈവത്തിന് മാത്രമേ കാലത്തെ സൃഷ്ടിക്കാൻ പറ്റൂ. അതാണ് അതിൻ്റെ അർത്ഥം. അവൻ ഹല്ലേലൂയ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ്റെ പ്രത്യേകത ഇതെന്തിനാ ഈ സമയങ്ങൾ പറഞ്ഞ്? നടാനൊരു കാലം, വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം, കളപ്പുഴയിൽ സൂക്ഷിച്ചു വയ്ക്കാനൊരു കാലം. എന്താണ് ഇതെല്ലാം പറഞ്ഞിട്ട് വളരെ മഹത്വപൂർണവും വളരെ ആഴമുള്ളതും വളരെ ഗഹനവുമായ ഒരു കാര്യമാണ് സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 11-ാം വാക്യം. ഹല്ലേലൂയ. കരമുയർത്തി സ്തോത്രം ചെയ്യാം. അവൻ സകലതും അതാതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. എബോവ് ദാറ്റ് ഓൾ തിങ്സ്, അതിലൊക്കെയും അതീതമായി നിത്യതയും നിന്റെ ഉള്ളിൽ വെച്ചു. നിത്യതയും ഉള്ളിൽ വെച്ചാണ് മനുഷ്യനെ വിട്ടിരിക്കുന്നത്. ഈ ഒരു വാക്യം വേദപുസ്തകത്തിൽ വേറെങ്ങും ഇതുപോലെയില്ല. ഈ ഒരിടത്ത് മാത്രമേ ഉള്ളൂ. അവൻ സകലതും ഭംഗിയായി ചെയ്തു, അതോടൊപ്പം നിത്യതയും അവൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകം എടുത്ത് പറയാം. ഇതിലൊക്കെ വലുതാത്, ഇതിനൊക്കെ വലുതാത്. ഹല്ലേലൂയ. ഞാനൊരാളെ സഹായത്തിന് ഒരാളുടെ അടുത്ത് ചെന്ന് എന്നെ ഒന്ന് സഹായിക്കണം, ഇന്നത് വേണം. അവൻ ചിലപ്പോൾ അല്പം എന്തെങ്കിലും പൈസ തന്നിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ വിശന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം തന്നിരിക്കും. അടുത്ത ദിവസം ചെന്നു, കുറച്ച് ദിവസം കഴിയുമ്പം അവർ ഒഴിവായി മാറിപ്പോയെന്നിരിക്കും. എന്നാൽ ഒരുവൻ്റെ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ പറയാണ്, നിനക്കുള്ള ഭക്ഷണമെല്ലാം ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു, നീ അങ്ങ് ചെന്നാൽ മതി എന്ന് പറഞ്ഞാലോ? അപ്പം അതിലും വലുത് അവൻ സകലതും കൃത്യതയോടെയും അനുഗ്രഹത്തോടെയും അവൻ്റെ കണക്കൂട്ടലിനനുസരിച്ചുമാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിലതീതമായി നിത്യതയും മനുഷ്യൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്നു. നിത്യത അതിനുവേണ്ടിയാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 21-22 വാക്യങ്ങളൊന്ന് ചിന്തയിലേക്ക് കൊണ്ടുവരാം. ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം. എസെക്കിയേലിന് ശേഷം ആ അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ അഗാധവും നിഗൂഢമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു. വെളിച്ചം അവനോട് കൂടെ വസിക്കുന്നു. നാം പലപ്പോഴും കാലത്തെ പഴിക്കുന്നവരാ. ഒരു നശിച്ച കാലമായിരുന്നു, അയ്യോ പറയണ്ട, ആ കാലഘട്ടം എനിക്ക് ഒത്തിരി ശാപം തന്ന, ആ കാലഘട്ടം എനിക്ക് യോജിച്ചതല്ലായിരുന്നു, അല്ലെ ആ കാലഘട്ടം ഒരു നശിക്കപ്പെട്ട കാലമായിരുന്നു, വളരെ കഷ്ടകാലം എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. വളരെ പ്രയാസപ്പെട്ട കഴിഞ്ഞത്, അല്ലെങ്കിൽ വളരെ പ്രയാസമായിരുന്നു എന്നൊക്കെ നാം കാലത്തെ ശപിക്കുമ്പോൾ, കാലം സൃഷ്ടിച്ചവൻ ഒരുവൻ മുന്നിൽ നിൽക്കുമ്പോൾ അവൻ കാലങ്ങളെ മാറ്റാൻ, ഹല്ലേലൂയ, അവൻ കാലങ്ങളെ മാറ്റുന്നവനാണ്. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നവനാണ്. അവിടെ 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും വിശദമാക്കി പറയുവാൻ സമയക്കുറവുണ്ടെങ്കിലും ഞാൻ ഒന്ന് വേഗത്തിൽ പറഞ്ഞുവിടാം. അവൻ കാലങ്ങളെ മാറ്റുന്നു. ഈ ചേഞ്ചസ് ദ ടൈം ആൻഡ് സീസൺ. അവൻ കാലങ്ങളെ സമയങ്ങളെ എന്ന് പറഞ്ഞാൽ അവൻ സമയത്തെയും സീസണേയും മാറ്റുന്നു. കാലത്തെയും സമയത്തെയും മാറ്റാൻ കഴിയുന്നവൻ. അതുകൊണ്ടാണ് അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ യേശുക്രിസ്തു വന്ന് നിന്നിട്ട് ഇതിൽ ഫലം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൽ എഴുതിക്കുന്നു, അത് പഴങ്ങളുടെ കാലമല്ലായിരുന്നു.
നാം എപ്പോഴും കാലവും സമയവും സന്ദർഭവും അവസരവും അനുസരിച്ചാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. എനിക്കത്ര മൂടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ആരാധന ദിവസം ഒഴിവാക്കും. ഇന്നെനിക്ക് സമയമില്ല, ഇതല്ലേ അത്ര ശരിയല്ല, ഇന്നല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ കാലവും സമയവും അനുകൂലമാകുമ്പോൾ മാത്രമേ നമ്മൾ ആരാധനയ്ക്ക് പോകുന്നുള്ളെങ്കിൽ അത് ദൈവസന്നിധിയിൽ നീതീകരണമല്ല. ഹല്ലേലൂയ. അത് അത്തിവൃക്ഷത്തിൻ്റെ കാലമല്ല, പറഞ്ഞ് അല്ലെങ്കിൽ ചക്ക ഫലം പുറപ്പെടുവിക്കുന്ന കാലമല്ല. അവിടെ ദൈവം എന്തിനാ അല്ലെങ്കിൽ ഫലത്തിന് വേണ്ടി കാത്തു നിന്നത്? ഒരു കാര്യം പഠിപ്പിക്കാനാ. നീ കണക്ക് കൂട്ടുന്ന സമയമല്ല ദൈവം നിന്നോട് ചോദിക്കുന്ന സമയം. നിന്റെ എല്ലാം അനുകൂലമായിരിക്കുമ്പം ദൈവത്തിന് നിന്നിൽ നിന്നൊന്നും വേണ്ട. ആലൊരു കാര്യം, പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം അവനൊന്നിൻ്റെയും കുറവില്ല. ആകയാൽ എനിക്കെല്ലാം കിട്ടിയിട്ട് ദൈവത്തിന് കൊടുക്കാം, എനിക്കെല്ലാം സമൃദ്ധിയായിട്ട് ദൈവത്തിന് കൊടുക്കാം. എൻ്റെ ആരോഗ്യവും എൻ്റെ ബലവും എൻ്റെ പനിയും എല്ലാം മാറുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോകാം. ഒരു കാലത്തും നടക്കുകയില്ല. നിൻ്റെ സമയമല്ല, ദൈവത്തിൻ്റെ സമയം. അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നപ്പോഴും അതിൻ്റെ ചുവട്ടിൽ വന്ന് നിന്ന് അതിനെ ശ്രദ്ധിച്ചത്, അത് തളിർത്ത് നിൽക്കുന്ന പൂവിടുന്ന ഒരു സമയത്ത് ദൈവം നിനക്ക് തളിർത്തു വരുവാൻ ഒരു അവസരം തന്നു. ഹല്ലേലൂയ. ഉണങ്ങിപ്പോകാതെ നിന്നെ നിർത്തി, നിന്റെ ഇലകൾ തളിർത്തു, അതിൽ പൂ വന്നു. അത് ഫലമുള്ളതായി തീരാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ നൽകാമെന്ന് വിചാരിക്കുന്നതല്ല. പിന്നെയോ, നിന്റെ ഏതവസ്ഥയിലും ദൈവം നിന്റെ കാൽച്ചുവട്ടിൽ വരും. ഞാൻ ബലഹീനനായിരിക്കുമ്പോഴും ദൈവം എൻ്റെ അടുത്ത് നിന്ന് ഇവനിൽ വല്ല ഫലവും ഉണ്ടോ എന്ന് നോക്കും. ഞാൻ ശുഷ്കിച്ചിരിക്കുമ്പോഴും എൻ്റെ അടുത്ത് ദൈവം വന്നിട്ട് ഇവനിൽ വല്ല പ്രയോജനമുണ്ടോ എന്ന് നോക്കും. ഞാൻ സാമ്പത്തികമായി ഞെരുങ്ങിയിരിക്കുമ്പോഴും, ഞാൻ നിരാശനായി മുറിയിലിരിക്കുമ്പോഴും, ഞാൻ ക്ഷീണിതനായി കിടക്കുമ്പോഴും ദൈവം വന്ന് നിന്ന് നോക്കുന്നു, ഇവനിൽ വല്ലതും കിട്ടുമോ? ഹല്ലേലൂയ. ഇവനിൽ വല്ലതും കിട്ടുമോ? എല്ലാം തികഞ്ഞിട്ട് ദൈവത്തിന് കൊടുക്കാൻ ദൈവം എന്താ ദാരിദ്ര്യത്തിൽ വസിക്കുന്നവനാണോ? എല്ലാം കിട്ടിയിട്ട് ദൈവത്തിന് കൊടുക്കാൻ ദൈവം ബുദ്ധിമുട്ടിൽ വസിക്കുന്നവനാണോ? എല്ലാം കിട്ടിയിട്ട് എല്ലാം സൗകര്യമായിട്ട് ആ ദൈവത്തിൻ്റെ മുന്നിൽ എന്നെ സമർപ്പിക്കാമെന്ന് ചിന്തിച്ച് എൻ്റെ ആയുസ് ഈ ഭൂമിയിലില്ലാതെയാകും. അപ്പോൾ ദൈവം ഒരു സാധനം അകത്ത് വെച്ചിട്ടുണ്ട്. സഭാപ്രസംഗിൽ നിത്യതയിൽ നിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ആ നിത്യത നിനക്ക് കിട്ടത്തില്ല, അത് നഷ്ടപ്പെട്ടു പോകും. എല്ലാം കിട്ടിയിട്ട് ദൈവസന്നിധിയിൽ അടുക്കാൻ ചെല്ലുമ്പോൾ നിത്യത എവിടെ പോയി? ധനവാനോട് കർത്താവ് ചോദിച്ചു, ഇന്ന് നിന്റെ ജീവനെ ഞാൻ ചോദിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ? അതൊരു ചെറുപ്പക്കാരനോടാണ് ചോദിച്ചത്, ഒരു വൃദ്ധനോടല്ല ചോദിച്ചത്, ഒരു വാർദ്ധക്യത്തിലുള്ള ഒരു വ്യക്തിയോടാണ് ചോദിച്ചത്. അവൻ ധനികനാണ്, അവൻ്റെ കളപ്പുരയിൽ ഒത്തിരിയുണ്ട്, അവൻ കളപ്പുര ഇനിയും വലുതാക്കാൻ പോവുക, അത് 3 നിലയാക്കാൻ പോവുക, അതിലെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പോവുക എന്ന് പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒറ്റ ചോദ്യം, ഇന്ന് നിൻ്റെ ആത്മാവിനെ തന്നവൻ എന്നാണ് പറയുന്നത്. നിന്ന് നിൻ്റെ ജീവനെ തന്നവൻ അത് തിരികെ ചോദിച്ചാൽ നിൻ്റെ ഇതെല്ലാം, നിൻ്റെ നിത്യത എവിടെ പോകും? കാര്യം, ഒരു സാധനം, ഒരു വിലയേറിയ വസ്തു നിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ് കർത്താവ്. അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ നിത്യതയെക്കുറിച്ച് ഒരുപാട് ഉപമകൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഉപമകൾ. അതിനകത്തിൽ പറയുന്നുണ്ട്, ഒരു വ്യാപാരി ഒരു വയൽ കണ്ടു. ആ വയലിനകത്ത് മുത്തുണ്ട്, അല്ലെങ്കിൽ വിലയേറിയ പദാർത്ഥങ്ങൾ, അല്ലെ കല്ല്, വിലയേറിയ മുത്തുകളുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ ആരോടും മിണ്ടിയില്ല. മത്തായിയുടെ സുവിശേഷത്തിലുള്ള അവൻ ചെന്നിട്ട് അവൻ എന്ത് ചെയ്തെന്നറിയാം? വസ്തുവും പുരയിടമൊക്കെ ഉള്ളവനാ. അവൻ നോക്കിയപ്പോൾ അവിടെ ഒരു 5 സെൻറ്റ് സ്ഥലം. അവൻ എങ്ങനെയോ മനസ്സിലായി, ഈ മണ്ണിനടിയിൽ മുത്തുകളുണ്ട്, വിലയേറിയ മുത്തുകളുണ്ട്. അവൻ ചെന്നിട്ട്, ഞാനൊന്നും എടുത്ത് വായിക്കുന്നില്ല, അവൻ ചെന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? അവൻ ഒരക്ഷരം മിണ്ടിയില്ല, തിരിച്ച് ചെന്നിട്ട് അവനുള്ളതെല്ലാം അവൻ വിറ്റു. വീട്ടിൽ ചോദിച്ചു, നിങ്ങൾക്കെന്ത് വട്ട് പിടിച്ചോ? നിങ്ങളെന്തിനാ നമ്മുടെ വീട് വിൽക്കുന്നത്? നിങ്ങളെന്തിനാ നമ്മുടെ കൃഷിയിടം വിൽക്കുന്നത്? നിങ്ങളെന്തിനാ ഒരു വണ്ടിയുണ്ട് അത് വിൽക്കുന്നത്? എന്തിനാ നിങ്ങളെന്തിനാ ഇതെല്ലാം വിൽക്കുന്നത്? ഒന്നും മിണ്ടിയില്ല. ഇത് തന്നെയാണ് അബ്രഹാമിൻ്റെ ഭാര്യയും ചോദിച്ചു, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ വിറക് കീറുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഒരക്ഷരം മിണ്ടിയില്ല. നിങ്ങൾക്ക് എന്ത് പറ്റി? വിറക് കീറാൻ തൊണ്ട് ഇഷ്ടം പോലെ പണിക്കാരിവിടെ ഉണ്ട്, അവരോട് പറഞ്ഞാൽ മതി വിറക് കീറാം. ഒരക്ഷരം മിണ്ടിയില്ല. ഈ വ്യാപാരിയും ഒരു മനുഷ്യനോട് മിണ്ടാതെ തൻ്റെ
കാപ്പിത്തോട്ടം വിറ്റു, തെങ്ങ് എസ്റ്റേറ്റ് വിറ്റു, റബ്ബർ എസ്റ്റേറ്റ് വിറ്റു, കിടക്കപ്പാടവും വിറ്റു. എന്തിനാണെന്നറിയാമോ? അവനുള്ളതെല്ലാം, മർക്കോസിൻ്റെ സുവിശേഷം നിങ്ങൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടോ, അവനുള്ളതെല്ലാം വിറ്റിട്ട് ആ 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ. അതെന്തിനാണ് കർത്താവ് ഇത് പറഞ്ഞത്? ദൈവം തൻ്റെ മഹിമാസനത്തിൽ സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധിയിലിരിക്കുന്ന പുത്രൻ തൻ്റെ മഹിമയെ വിറ്റ്, തൻ്റെ ശ്രേഷ്ഠത വിറ്റ്, തൻ്റെ സിംഹാസനം വിറ്റ്, സകലതും വിറ്റ്, അവൻ്റെ രക്തം വിറ്റ്, അവൻ്റെ വിയർപ്പ് വിറ്റ്, സകലതും മണ്ണിലൊഴുക്കിയത് എന്തിനാണെന്നറിയാമോ? ഈ മണ്ണിൽ വിലയേറിയ ഒരുവൻ നിങ്ങൾ ഓരോരുത്തരുണ്ട്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി കർത്താവ് കാൽവറി ക്രൂശിൽ സകലതും വിറ്റു. എന്തിനാ? നിങ്ങളെ വാങ്ങാൻ. എന്തിനാണ്? നിത്യതയും നിങ്ങളുടെ ഉള്ളിൽ അവൻ വെച്ചിരിക്കുന്നു. മനസ്സിലാവുന്നവർക്ക് കരമുയർത്തി കർത്താവ് സ്തോത്രം ചെയ്യാം. ആ ധനികനായ വ്യക്തി തൻ്റെ സമ്പത്ത് മുഴുവൻ വിറ്റ ഈ മുത്തുള്ള മണ്ണ് വാങ്ങാൻ. അവൻ സകലതും നന്നായി ചെയ്തിരിക്കുന്നു, നിത്യതയും എൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു. സ്വർഗീയ മഹിമ വിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പുത്രനായ യേശു ക്രിസ്തു സകലതും വിട്ട്, സകലതും എനിക്ക് വേണ്ടി വിൽക്കുകയായിരുന്നു. റിഡംഷൻ എന്ന് പറയുന്ന വീണ്ടെടുപ്പ് വിലയായി നമുക്ക് വേണ്ടി, നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി അവൻ കൊടുത്ത വില. ഈ ധനികനായ വസ്തു, ആ വ്യക്തി ആ 10 സെൻറ്റ് വസ്തു മേടിക്കാൻ വേണ്ടി അവൻ കൊടുത്ത വില, അവൻ്റെ പറമ്പും സ്വത്തുക്കളും വിറ്റു. പാപിയായ എന്നെ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി കർത്താവ് കൊടുത്ത വില, തൻ്റെ ചങ്കിലെ രക്തവും തൻ്റെ വെള്ളവും തൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യവും തൻ്റെ ശരീരത്തിൻ്റെ അസ്ഥിമജ്ജകളും എല്ലാം എനിക്ക് വേണ്ടി വിറ്റത് നിങ്ങളെ വാങ്ങാനാണ്, നമ്മെ വാങ്ങാനാണ്. അവൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് എൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്നു. അവൻ സകലതും നന്നായി ചെയ്തിരിക്കുന്നു, നിത്യതയും എൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്നു. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടേ മതിയാവൂ. ആന കിട്ടും കുതിര കിട്ടുമെന്നൊന്നും പറയാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ അങ്ങനത്തെ ആളുമല്ല. ഇപ്പം കിട്ടും, 2 കാറ് കിട്ടും, 3 വിമാനത്തെ അതൊക്കെ വെറുതെ ചുമ്മാ പറയുക. അതൊന്നും കർത്താവ് ആരോടും ഇതൊക്കെ തരാമെന്നും പറഞ്ഞ് ഒരു മനുഷ്യനെയും വിളിച്ചില്ല. പത്രോസ് വിളിച്ചില്ല, പൗലോസ് വിളിച്ചില്ല, ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങൾ ഇന്നതൊക്കെ തരാമെന്ന്. നീ മുന്നമേ രാജ്യവും നീതി അന്വേഷിച്ചാൽ മതി, ദൈവം അതിന് വേണ്ടതൊക്കെ ഭൂമി തരും. അല്ലാതെ ഈ പറയുന്ന മുഴുവൻ വ്യാജമാണ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ധൈര്യത്തിൽ പറയാം, വാഗ്ദത്തം, ആവശ്യമില്ലാത്ത വാഗ്ദത്തം എല്ലാം വ്യാജമാണ് പ്രിയമുള്ളവർ. കർത്താവ് പറഞ്ഞത് നിൻ്റെ ഉള്ളിൽ നിത്യതയും വെച്ചിരിക്കുന്നു. ആ നിത്യതയെ വാങ്ങാൻ വേണ്ടി കർത്താവ് വില കൊടുത്തത് തൻ്റെ പുത്രനെയാണ്, ഏകജാതനായ പുത്രനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മാനസാന്തരപ്പെടണം. ഞാൻ വർഷാവസാനത്തെ ശുശ്രൂഷ ഇവിടെ നടന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. വളരെ സുപരിചിതമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലുള്ളതാണ്. യേശു കർത്താവ് സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്. പ്രിയമുള്ളവരെ, യഹൂദന്മാർ യാഗമർപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ പീലാത്തോസ് വന്ന് കുറേ യഹൂദന്മാരുടെ കഴുത്ത് കണ്ടിച്ച് അവരുടെ രക്തം ഭൂമി ചിന്തി. ഇവന്മാരേതായാലും ആടിനെ ഇറക്കല്ലേ, ഇവരെയും കൂടെ കൊല്ലാം. യേശു പറഞ്ഞതാണ്. അതുപോലെ തന്നെ ശീലോഹാമിൽ ഒരു ഗോപുരം വീണ് 18 പേർ മരിച്ചു. ഈ 2 സംഭവം യേശു ക്രിസ്തു പറയുകയാണ്. അത് വീട്ടിൽ ചെന്ന് ലൂക്കോസ് 13-ാം അധ്യായം നിങ്ങളങ്ങ് വായിച്ചാൽ മതി. 2 സംഭവം യേശു ക്രിസ്തു ജനങ്ങളുടെ മുന്നിൽ നിന്ന് പറയുകയാണ്. കർത്താവ് നിങ്ങൾ എൻ്റെ അടുത്ത് വാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നല്ല പറഞ്ഞത്. ശീലോഹാമിൽ ഗോപുരം വീണ് 18 പേർ മരിച്ചത് ആ ശീലോഹാമിലുള്ള യഹൂദന്മാർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനുണ്ട്. അവരെക്കാൾ ഈ 18 പേർ പാപികളായിട്ടല്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞ ഈ 18 പേര് ഏതാണ്ട് ഭയങ്കര കുറ്റം ചെയ്ത് ഭയങ്കര പാപം ചെയ്തുകൊണ്ടല്ല. എല്ലാ മനുഷ്യരും ജന്മനാ പാപികളാണ്. ഈ 18 പേർക്ക് പ്രത്യേക പാപമുണ്ടതുകൊണ്ട് ഗോപുരം ആ 18 പേരുടെ മുകളിൽ വീണ് മരിച്ചു എന്നല്ല. പിന്നെയോ അതിൻ്റെ അടിവിൽ വീണ്ടും വീണ്ടും കർത്താവ് പറയുകയാണ്, ഇതൊക്കെ കാണുമ്പോൾ മാനസാന്തരപ്പെട്ടോണം, ഇതൊക്കെ കാണുമ്പോൾ മാനസാന്തരപ്പെട്ടോണം. ഇത് പറയാൻ കഴിയാത്ത ഒരു സംസ്കാര ശുശ്രൂഷയും അത് സംസ്കാര ശുശ്രൂഷയല്ല.
ഇതൊന്നും പറയാത്ത ഒരു ഭൗതിക ശുശ്രൂഷയല്ല. ഇതൊന്നും പറയാൻ കഴിയാത്ത ആരാധനയല്ല. ഇത് പറയാൻ കഴിയാത്ത ഒരു പ്രാർത്ഥനയല്ല. കർത്താവ് 2 പ്രാവശ്യം എടുത്തെടുത്ത് പറയുകയാണ്. ആ ശീലോകാമിൽ 18 പേർ മരിച്ചു. അവർ വലിയ കൊടുംപാപികളായിട്ടല്ല, അതിനേക്കാൾ പാപികൾ ഇപ്പുറത്തുണ്ട്. പക്ഷേ യേശു ക്രിസ്തു പറയുകയാണ്, മാനസാന്തരപ്പെട്ടുകൊള്ളുക. എൻ്റെ ജീവിതത്തിൽ തിക്താനുഭവം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, വേർപാട് വരുമ്പോൾ, മരണം വരുമ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തുകൊള്ളുക. ഇതല്ലാതെ വേറൊന്നുമില്ല. ഹല്ലേലൂയ. അവൻ രാജാക്കന്മാരെ മാറ്റുന്നു. അവൻ കാലങ്ങളെ, ഹി ചേഞ്ചസ് ദ ടൈം ആൻഡ് സീസൺ. അവൻ കാലവും സമയം അവൻ മാറ്റും. കാലമൊക്കെ ആവട്ടെ, അന്നേരം ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ ചെല്ലാം. എല്ലാം ശരീരമൊക്കെ ഒന്ന് ശരിയാവട്ടെ, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ഇപ്പോൾ പഴങ്ങളുടെ കാലമല്ലല്ലോ, പിന്നെന്തിനിവൻ ചോദിക്കുന്നത്? കർത്താവ് അന്നേരം പഴങ്ങളുടെ കാലത്ത് നിങ്ങൾ കുറച്ച് സാധനം കൊണ്ടുവരുമ്പോൾ അതേ 2 എണ്ണം തരണേ എന്ന് ചോദിക്കുന്നവനല്ല ദൈവം. അവൻ സമൃദ്ധി ഉണ്ടാക്കിയവനും സമൃദ്ധിയിൽ വസിക്കുന്നവനും പ്രപഞ്ചമുണ്ടാക്കിയവനുമാണ്. നിൻ്റെ സമൃദ്ധിയെയല്ല ദൈവം നോക്കുന്നത്, നിൻ്റെ ബുദ്ധിമുട്ടിൽ നീ എന്ത് നിലപാടെടുക്കുന്നു അതാ ദൈവം നോക്കുന്നു. നിൻ്റെ പ്രയാസങ്ങളുടെ നടുവിൽ നിൻ്റെ സ്റ്റാൻഡ് എന്താണ്, ഇതാ കർത്താവ് നോക്കുന്നത്. നിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ എൻ്റെ നിലപാടെന്താണ്, ഇതാ കർത്താവ് നോക്കുന്നത്. അതേ കർത്താവ് നോക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് മാത്രമേ ദൈവം അന്വേഷിക്കുന്നുള്ളൂ. അവൻ കാലത്തെയും സമയത്തെയും മാറ്റുന്നു. ഹല്ലേലൂയ. ഒരു പുതിയ വർഷം നമ്മുടെ മുന്നിലായിരിക്കുമ്പോൾ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുവാൻ കഴിയുന്ന ദൈവമേ, അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മുടെ കുറുവാക്യം അതാണല്ലോ, ദാനിയേൽ 2:21. രണ്ടാമത് പറഞ്ഞ അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യും. മറച്ചിട്ടില്ലെങ്കിൽ അത് വായിച്ചാട്ടെ. എന്താണ് അതിൻ്റെ അർത്ഥം? ഓരോന്ന് 4 കൂട്ടം കാര്യങ്ങളാണ്. വാക്ക് പോയിൻ്റായിട്ട് പറയാം. ദീർഘകാലം സമയം പ്രസംഗിക്കേണ്ട വിഷയം. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഹി കൺട്രോൾസ് ദ എലൈറ്റ്സ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്, അതിൻ്റെ വെർഷൻ. എലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എലൈറ്റിൻ്റെ കേക്കല്ല, എലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉന്നതരെന്നാണ്. അപ്പം ആ കൺട്രോൾസ് ദ എലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവൻ ഉന്നതരെ നീക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അവൻ ഉന്നതരെ നീക്കുന്നവൻ. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? വലിയ ക്രൂസൈഡ് നടത്തുന്ന പാസ്റ്ററുടെ അടുത്ത് പോയി നിന്നാൽ അവനോട് അവൻ പ്രാർത്ഥിച്ച ഭയങ്കര അനുഗ്രഹമാണ്. വലിയ സമ്പത്തുള്ള 4 BMW കാറൊക്കെയുള്ള വലിയ കോടീശ്വരനായ പാസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച വളരെ അനുഗ്രഹമാണ്. ഇവിടെ നേരെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നീ ഉന്നതനെന്ന് കരുതുന്ന ഒരുത്തനും ഒന്നുമില്ല, ഒരു ചുക്കുമില്ല. നീ ഉന്നതനെന്ന് വിചാരിക്കുന്നത് ആരാണ്? ഹല്ലേലൂയ. യെശയ്യാവ് 66:1-2 വാക്യം കാണാതറിയാം. ആകാശം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും ആയിരിക്കുമ്പോൾ നീ എന്തൊന്നുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കും? ആകാശം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം, ഇത് മുഴുവൻ ഞാൻ വസിക്കുന്നിടമാണ്. എൻ്റെ കാലിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ പാദപീഠമാകുന്ന ഭൂമിയിൽ, എൻ്റെ ശിരസ് ശരീരിക്കുന്ന ആകാശത്ത്. ഇത്രയും വ്യാപൃതനായ സർവ്വവ്യാപിയായ ദൈവത്തിൻ്റെ മുന്നിൽ നീ എന്ത് കൊടുത്താ സന്തോഷിപ്പിക്കുന്നത്? പിന്നെന്താ അതിൻ്റെ അടുത്ത വാക്യം? അതിൻ്റെ അടുത്ത 2ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. ദൈവം പറഞ്ഞു. അരിഷ്ടൻ എന്ന് പറഞ്ഞാൽ എന്നും അസ്വസ്ഥത, ആ പ്രശ്നം ഈ പ്രശ്നം. മനസ്സ് തകർന്നവൻ എന്ത് ചെയ്യും, എങ്ങനെ പരിഹരിക്കും, എങ്ങനെ മുന്നോട്ട് നീങ്ങും? ഇങ്ങനെയുള്ളവൻ എൻ്റെ വചനത്തിൻ്റെ മുന്നിൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. എൻ്റെ വചനത്തിൻ്റെ മുന്നിൽ എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൻ്റെ മുന്നിൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. ഉന്നതനായിരിക്കുന്ന രാജാവിനെ അവിടുന്ന് സ്ഥാനത്ത് നിന്ന് നീക്കും. ഏറ്റവും വലിയ ആൾ നോക്കിയല്ല കർത്താവ് തെരഞ്ഞെടുത്ത ശിഷ്യന്മാർ മീൻ പിടിക്കുന്നവരായിരുന്നു. അവിടെ ധനികന്മാർ വളരെ ഉണ്ടായിരുന്നു. മീൻ പിടിക്കുന്നവരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്.
യേശു കർത്താവ് ഒരു ദേവാലയത്തിൽ വന്ന് നിന്നേച്ച് നോക്കി നിന്നു, കയ്യും കെട്ടി നോക്കി നിന്നു. ഒത്തിരി പേര് ഡോളർ കൊണ്ടിട്ടു, ഒത്തിരി പേര് യൂറോ കൊണ്ടിട്ടു, ഒത്തിരി പേര് യെന്ന് കൊണ്ടിട്ടു, ഒത്തിരി പേര് മറ്റ് പല റിയാലുകൾ കൊണ്ടിട്ടു. അതൊക്കെ നിന്നേച്ച് ഒരു പാവം പിടിച്ച സ്ത്രീ 2 രൂപ തൊട്ടിട്ടു. വേദപുസ്തകത്തിൽ അതേ എഴുതി വെച്ചിട്ടുള്ളൂ. ഇവരാണ് ഈ ഇട്ടോന്മാരെ കാട്ടിൽ ഏറ്റവും കൂടുതൽ ഇട്ടത്. കാര്യം അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് അവരുടെ ഉപജീവനത്തിനുള്ളത്. 2 രൂപ കൊടുത്താൽ ഒരു ബണ്ണ് കിട്ടുമായിരിക്കും. ആകെ അവരുടെ ഉപജീവനം ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ആ 2 രൂപ തൊട്ട് അവർ ഭണ്ഡാരത്തിലിട്ടു. അവരെ നോക്കിയ ഒരു കർത്താവുണ്ട്. അത് കണ്ട കർത്താവ് അവരെ വെറും കൈയോടെ വിടുകയില്ല. 1000 ഇട്ടവനെ അവൻ ഉന്നതരെ നീക്കുന്നു. ഹി കൺട്രോൾസ് ദ എലൈസ്. ഉന്നതരെ നീക്കുന്നു. നമ്മൾ ലോകത്തിൻ്റെ ധനവും ലോകത്തിൻ്റെ വെള്ളയുടുപ്പും ലോകത്തിൻ്റെ സൂട്ടും കോട്ടും ഇട്ടിട്ട് ഉന്നതരാന്ന് വിചാരിക്കരുത്. അവനെ നീക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവനിലല്ല. പിന്നെയോ, എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്ന പാപം പിടിച്ച ഒരു സാധു നിന്റെ ഭവനത്തിൽ വരുന്നെങ്കിൽ അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ഫലവത്താവും. മറ്റവൻ വരത്തില്ല നിന്റെ വീട്ടിൽ. ബെൻസിനകത്തിരിക്കുന്നവൻ നിന്റെ ഭവനത്തിൽ കാലുകുത്തുകയില്ല. ഹല്ലേലൂയ. അവൻ ഉന്നതരെ നീക്കുന്നു. വിശദീകരിക്കുന്നില്ല. മൂന്നാമത് പറയുന്നത്, അവൻ, അതുകൂടെ പറഞ്ഞു നിർത്താൻ സമയമില്ലാത്തതുകൊണ്ട്, അവൻ ജ്ഞാനം നൽകും. ആർക്കാണ്? അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനം നൽകും. എനിക്ക് ജ്ഞാനം നൽകുമെന്ന് പറഞ്ഞില്ല, സഹോദരന് കൊടുക്കുമെന്ന് പറഞ്ഞില്ല, ഇന്നാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനം നൽകും. അങ്ങനെയെങ്കിൽ എന്താണ് ജ്ഞാനി? എന്താണ് ജ്ഞാനം? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. അതാണ് ജ്ഞാനം. അതാണ് ജ്ഞാനം. എവിടെ ഡോളറിന് ഏറ്റവും കൂടുതൽ വില കിട്ടും, എവിടെയാണ് ഇന്നത്, എവിടെയാണ് ഇപ്പോൾ പോകാൻ ഈസി വിസ കിട്ടുന്നത്, ഇതൊന്നുമല്ല ജ്ഞാനം. ഇതൊന്നുമല്ല. അതൊക്കെ ലോകത്ത് നടക്കുന്നെങ്കിൽ നടക്കട്ടെ, കടന്നോട്ടെ. അവൻ യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഇതാ ജ്ഞാനം. അങ്ങനെയുള്ളവന് ജ്ഞാനം കൊടുക്കും. ദൈവത്തെ അന്വേഷിക്കുവാൻ നിന്റെ ഹൃദയത്തെ ഒരുക്കുന്നെങ്കിൽ, നിന്റെ വർക്കിൽ, നിന്റെ യാത്രയിൽ, നിന്റെ ഉറക്കത്തിൽ, നിന്റെ കിടക്കയിൽ, നിന്റെ കസേരയിൽ നീ ദൈവത്തെ അന്വേഷിക്കാൻ അല്പനേരം ഹൃദയം സമർപ്പിക്കുന്നെങ്കിൽ നിന്നെ പരിപൂർണ ദൈവിക ജ്ഞാനത്താൽ നിറച്ച് ദൈവിക കൃപയാൽ നിന്നെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തി നടത്തുന്ന ഒരു ദൈവം എൻ്റെ മുന്നിലുണ്ട്. അവൻ നിന്റെ ആവശ്യങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തരും, നിന്റെ ഗമനത്തിന് ബുദ്ധി പറഞ്ഞു തരും, നിന്റെ പ്രവൃത്തിക്ക് ബുദ്ധി പറഞ്ഞു തരും, നിന്റെ ഇടപാടുകൾക്ക് ബുദ്ധി പറഞ്ഞു തരും. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തതൂടെ ആ ആ ആ 22-ാം വാക്യം. അവനഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തി തരും. ഹി റിവീൽസ് ദ ഹിഡൻ തിങ്സ് എന്ന്. ഗൂഢമായത്, അഗാധവും, അത് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. മറഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെടുത്തും. അഗാധവും ഗൂഢവുമായിരിക്കുന്നത് എന്താണെന്ന് അവൻ വെളിപ്പെടുത്തി തരും. അവൻ ഇരുളിലെ മറഞ്ഞിരിക്കുന്ന ദൈവിക കൃപയുടെ ആ വലിയ തേജസ് നിനക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് യോഹന്നാൻ്റെ സാക്ഷ്യം. യോഹന്നാൻ യേശുവിനെ കണ്ടിട്ട്, യേശു കടന്നു വരുന്ന കണ്ടിട്ട്, യോഹന്നാൻ്റെ 1-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം. അതിൻ്റെ 10-ാം വാക്യം. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. വിശദീകരിക്കുന്നില്ല. അവൻ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവൻ നമ്മുടെ നടക്കുന്ന
വഴികളിലുണ്ട്, നമ്മുടെ ഊണിലുണ്ട്, ഉറക്കത്തിലുണ്ട്, നമ്മുടെ ജോലിയിലുണ്ട്. നാമോ ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ഇനി പ്രകടരൂപമായി ഇസ്രയേലിലുണ്ടായിരുന്നു. എന്നാൽ യോഹന്നാൻ വന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, ഞാൻ ഇതാ ഒരുവനെ കണ്ടിരിക്കുന്നു, ലോകത്തിൻ്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ വിളിച്ചു പറയുകയാണ്. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ യോഹന്നാൻ സാക്ഷീകരിക്കുകയാണ്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, ഹല്ലേലൂയ, യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ പറയാണ്, ഞാൻ വിളിച്ചു പറഞ്ഞു, എന്നെ ഒരു ദൗത്യമേൽപ്പിച്ചിരുന്നു, ഇതാ ഒരുവൻ വരുന്നുവെന്ന്. യോഹന്നാൻ ആരാണ്? സക്കറിയ പുരോഹിതൻ്റെ മോന്. സക്കറിയ പുരോഹിതനാണ് ദേവാലയത്തിലെ മഹാപുരോഹിതൻ. അവനാണ് ഈ ലോഹയും കോട്ടും കറുത്ത വസ്ത്രവും അത് കഴിഞ്ഞ് ഇവിടെ കെട്ടും അരക്കെട്ടും ഒക്കെ കെട്ടി നടക്കുന്നത്. യോഹന്നാൻ മരിച്ചു കഴിയുമ്പോൾ, സക്കറിയ പുരോഹിതൻ മരിച്ചു കഴിയുമ്പം അടുത്ത അനന്തര പുരോഹിത അവകാശം ആ പുരോഹിതൻ്റെ മകന്. ആ പുരോഹിതൻ്റെ മകനോട് ദൈവം പറഞ്ഞു, പരിപാടി ക്ലോസ്, ആ പരിപാടി നിർത്തുക, ഇനി ആ മഹാപുരോഹിത ശുശ്രൂഷ സ്റ്റോപ്പ്. സക്കറിയ പുരോഹിതൻ്റെ മകനോട് പറഞ്ഞു, നീ അതെല്ലാം അഴിച്ചു വെക്കുക, മരുഭൂമിയിൽ നടക്കുക, എന്നിട്ട് വിളിച്ചു പറയുക, ഒരുവൻ വരുന്നുണ്ട്, ഒരുവൻ വരുന്നുണ്ട്. ഇനിയും ഈ പുരോഹിത ഗണത്തിൽപ്പെട്ട ഒരുവൻ അല്ല വരുന്നത്, മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞാൽ പൂർവികരെ കുറിച്ച് അറിവില്ലാത്ത പ്രത്യക്ഷമായ ഒരുവൻ, അതായത് ഒരുവൻ വരുന്നുണ്ടെന്ന് വിളിച്ചു പറയുക. അതാ നിന്റെ ജോലി. അവൻ അവൻ്റെ ഹല്ലേലൂയ ലോഹ ഊരിവെച്ചു, കറുത്ത കുപ്പായം ഊരിവെച്ചു, ചുമന്ന കുപ്പായം ഊരിവെച്ചു, നടുക്കട്ട് ഊരിവെച്ചു, തലയിലെ തൊപ്പി ഊരിവെച്ചു, സകലതും ഊരിവെച്ചിട്ട് ഒരു തോൽവാറ് ധരിച്ച് മരുഭൂമിയിൽ നടന്നു. പുരോഹിത ശുശ്രൂഷ അവിടെ സ്റ്റോപ്പ്. ഇപ്പോഴും മനുഷ്യർ അതും ചെയ്തുകൊണ്ട് കിടക്കുക. അത് നിർത്തി എന്ന് പറയാനാണ് യേശു വന്നത്. യോഹന്നാൻ അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു നടന്നു വരുന്നു. ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, മരുഭൂമിയിൽ ഞാൻ വിളിച്ചു പറഞ്ഞവൻ ഇവൻ, ഇവൻ എന്ന് യോഹന്നാൻ വിളിച്ചു പറയുകയാണ്. അവൻ വിളിച്ചു പറയുക. അവിടെ വെച്ച് അധ്യായം കഴിഞ്ഞു. മനുഷ്യൻ ഇന്നും പൈശാചിക ശാപത്തിൻ്റെ ന്യായപ്രമാണത്തിന് സാധിക്കാത്തതിനെ സാധിക്കാൻ പുത്രനായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വയ്ക്കുമ്പോൾ ന്യായപ്രമാണത്തിനെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് പുരോഹിത ശുശ്രൂഷയുടെ പിന്നാലെ പോകുകയാണ്. അതിനെക്കൊണ്ട് സാധ്യമല്ലാത്തത് സാധിപ്പിക്കാനാ യേശു ക്രിസ്തു വന്നത്. അപ്പോൾ അവിടെ യേശുവിനെ തള്ളിപ്പറയുകയല്ലേ ഈ ചെയ്യുന്നത്? ഒന്നാലോചിച്ച് നോക്കി. അതല്ലേ ഈ നടക്കുന്നത്? യേശുവിനെ തള്ളിപ്പറയുക. ന്യായപ്രമാണത്തിന് സാധിക്കാത്തതിനെ സാധിപ്പിക്കാൻ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. പിന്നെ ന്യായപ്രമാണം പിടിച്ചുകൊണ്ടിരിക്കുക. ന്യായപ്രമാണത്തിൻ്റെ പരിപാടി, ധൂപക്കുറ്റി, പിന്നെ അത് ഇത് എന്തൊക്കെയോ. അപ്പോൾ ഈ വന്നവനെ നിങ്ങളൊരു വിലയും കൽപ്പിക്കുന്നില്ല എങ്കിൽ പിന്നെ ഈ പുസ്തകം താത്തു വെച്ചിട്ട് എവിടെയെങ്കിലും പോവുക. ഹല്ലേലൂയ. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 29-ാം വാക്യം, പിറ്റന്നാൾ യോഹന്നാൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29. അത് തന്നെ. അതൊരു ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസമാണ് പിറ്റന്നാൾ, 35-ാം വാക്യം. യേശു ചോദിച്ച ഒരു ചോദ്യം, ഇത് ഭയങ്കര ഗഹനമായ വിഷയമാണ്. ഇത് കുറച്ച് തിയോളജിക്കലാണ്. എങ്കിൽ തന്നെ ഞാനതൊറ്റ വാക്കിൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് വേഗം നിർത്താം. യേശു ആദ്യമായി
സമൂഹത്തോട് ചോദിച്ച ഒരു ചോദ്യം, യേശു ആദ്യമായി ലോക ജനതയോട് ചോദിച്ച ഒരു ചോദ്യം, യേശു ആദ്യമായി യഹൂദനോട് ചോദിച്ചൊരു ചോദ്യം, യേശു ആദ്യമായി മനുഷ്യനോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? കർത്താവ് ആദ്യമായി ചോദിച്ച ഒരു ചോദ്യമാണ്. യേശു കടന്നു വരുന്ന കണ്ടോട്ട് ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ആ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ. അതിൻ്റെ 9-ാം വാക്യത്തിൽ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് വന്നു. അതാണ് ലോകത്തിൻ്റെ വെളിച്ചം. ഏതു മനുഷ്യൻ്റെ അകത്ത് ഒരു തേജസ് പ്രണവിക്കുന്ന ഒരു വെളിച്ചം ഭൂമിയിലേക്ക് വന്നു. അതേ വാക്യത്തിൽ അവിടെ തന്നെ പറയുകയാണ്. അതിൻ്റെ 15-ാം വാക്യത്തിൽ യോഹന്നാൻ സാക്ഷീകരിക്കുന്നു ഏതു മനുഷ്യനെയും ഹല്ലേലൂയ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം. 35-ാം വാക്യത്തിൽ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ കുഞ്ഞാട്. ആദ്യം യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞത് ദ റേഡിയൻസ് ഓഫ് ദ വേൾഡ്, പ്രപഞ്ചത്തിൻ്റെ വെളിച്ചം. അതിൻ്റെ ഒരു പോയിന്റ് പറഞ്ഞു വിടുകയാണ്. രണ്ടാമത് യോഹന്നാൻ പറയുന്നത് പ്രപഞ്ചത്തിന് വേണ്ടി അറുക്കപ്പെടുന്ന കുഞ്ഞാട്. രണ്ടാമത് പറയുന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ പറയുന്നു ഇത് വിളിച്ച് പറയുമ്പോൾ, ഇത് വിളിച്ച് പറയുന്ന കുഞ്ഞുകളിയല്ല പ്രിയമുള്ളവർ, ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല. ഇതൊക്കെ തിയോളജി ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഞാനങ്ങ് പറയും, നിങ്ങളെല്ലാം അറിവുള്ളവരായതുകൊണ്ട് അങ്ങ് പറയുക. ഞാൻ ചില സ്ഥലങ്ങളിൽ ചെന്ന് ഇതൊന്നും പറയാറില്ല, കാര്യം പറഞ്ഞാൽ തലേ കയറത്തില്ല. ഇവിടെ സൈമൺ പാസ്റ്ററിൻ്റെ ഒരു സഭയുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇതൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ആരുടെയും കുഴപ്പമില്ല, അവരെ പഠിച്ചിട്ടില്ല. നിങ്ങൾക്കിതറിയാം, അതുകൊണ്ട് പറഞ്ഞത്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം, അത് വിശദീകരിച്ച 2 മണിക്കൂറും. അത് കഴിഞ്ഞ് പറയാണ് ലോകത്തിൻ്റെ പാപങ്ങളെ ചുവക്കുന്ന കുഞ്ഞാട്, ബലിയായിത്തീരേണ്ടത് വെളിച്ചം, കുഞ്ഞാട്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് വിടുകയാണ്. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് പറയുകയാണ് കർത്താവ് ഈ 2 കാര്യങ്ങൾ യോഹന്നാൻ മുഖാന്തരം ദൈവം ഭൂമിയിൽ വെളിപ്പെടുത്തി. ലോകത്തിൻ്റെ വെളിച്ചവും ലോകത്തിൻ്റെ പാപം ചുമക്കാൻ അറുക്കപ്പെടുന്ന കുഞ്ഞാടും വെളിപ്പെടുത്തി. എന്നിട്ട് കർത്താവ് ആദ്യമായി ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഹല്ലേലൂയ. അപ്പോൾ അവിടെ കൂടെ നിന്നവർ എന്താ ചോദിച്ചത്? മറുപടി പറഞ്ഞെന്താ? 1:30 അവർ ചോദിച്ചു, നീ എവിടെ പാർക്കുന്നു എന്ന് പറയാം. ഇത്രയും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു പോകാൻ നീ എവിടെ കഴിയുന്നു, നിൻ്റെ വീട് എവിടെ താമസിക്കുന്നു എന്ന് പറഞ്ഞുതരാം. അവരിത്രയും ചോദിച്ചു. അതൊരു ലോക ചോദ്യമാണ്, ലോകത്തിൻ്റെ ഒരു ചോദ്യമാണ്. നീ എവിടെ താമസിക്കുന്നത്? നിൻ്റെ അവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണട്ടെ. നിൻ്റെ സംവിധാനങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞ അനുസരിച്ച് നിൻ്റെ സംവിധാനം, ഉയ്യോ ഇത്രയും വലിയ കെട്ടിടമോ, വലിയ പാസ്റ്റർ, ഉയ്യോ 3-4 വണ്ടി, 4 പാറാവുകാർ, തെക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്ക്, വലിയ ദൈവദാസനാണ് അവൻ. രാജാക്കന്മാരെ താഴെ ഇറക്കുന്നവന്. ഇവർ ചോദിച്ചു, നീ എവിടെ പാർക്കുന്നു ഒന്ന് കാണട്ടെ. കർത്താവ് പറഞ്ഞ്, നിൻ്റെ അടുത്തോടെ എൻ്റെ കൂടെ വാ, ഞാൻ വൈകിട്ടും കൊണ്ട് ചെല്ലാമെന്നല്ല പറഞ്ഞത്, വന്ന് കാണുക. ഹല്ലേലൂയ. വന്ന് കാണുക. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞ്, വന്ന് കാണുക. നീ നിൻ്റെ ഹൃദയത്തെ തുറന്ന് നീ ദൈവസന്നിധിയിൽ അടുത്ത് ചെന്നാൽ നിനക്ക് ആ ദൈവത്തിൻ്റെ സാമീപ്യം കാണാൻ പറ്റും. നീ അടുത്ത് ചെന്നാൽ മതി, ദൈവത്തെ കാണാൻ പറ്റും. നീ അടുത്ത് ചെന്നാൽ മതി, ദൈവത്തെ കാണാൻ പറ്റും. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് 43-ാം വാക്യത്തിൽ വീണ്ടും പിറ്റേന്നാൾ എന്ന് 3 പ്രാവശ്യം പറയുന്നുണ്ട്. അത് വേറെ കാര്യങ്ങളാണ്, അത് പിന്നീട്. 43-ാം വാക്യം പറഞ്ഞു വായിച്ചാട്ടെ. പീലിപ്പോസിനെ കണ്ടു. പീലിപ്പോസിനെ യേശു വിളിച്ചു വരാൻ പറഞ്ഞു. അവൻ പിന്നെ ജനത്തോട് പറഞ്ഞത്, ഞാൻ ദൈവത്തെ കണ്ടു എന്നാണ് പറഞ്ഞു. യേശു പറഞ്ഞു, വന്ന് കാണുക.
നീ എവിടെ പാർക്കുന്നു? വന്ന് കാണുക. അവൻ വിളിക്കുന്നതനുസരിച്ച് ചെന്ന പീലിപ്പോസ് പറയുകയാണ്, നഥാനായേലേ, ഞാൻ ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ, ഞാൻ കണ്ടു. ഇതാണ് നമ്മോട് ഇന്ന് ദൈവം പറയുന്നത്, നമ്മോട് സംസാരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നീ വന്ന് കാണുക, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരിക. അത് കഴിയുമ്പോൾ നിൻ്റെ നാവിൽ നിന്ന് ദൈവം അത് ഉച്ചത്തിൽ ഘോഷിക്കും, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ കണ്ടു. നിങ്ങളും വന്ന് കാണുക. ആദ്യം കർത്താവ് സംസാരിച്ചു, ഇന്ന് അനുഭവിച്ചവൻ ലോകത്തോട് വിളിച്ചു പറയുന്നു, ഞാനത് അനുഭവിച്ചു, വന്ന് കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കാലങ്ങളെ മാറ്റുന്നവനാണെന്ന് പറഞ്ഞതാണ് നമ്മുടെ കുറുവാക്യം. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം, നമുക്ക് സുപരിചിതമായൊരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അത് കഴിഞ്ഞ് പിറ്റേന്ന് 3-ാം ദിവസം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. 3-ാം ദിവസം, അതാണ് അതിൻ്റെ 2-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. യോഹന്നാൻ്റെ 2-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് കാനാവിലെ കല്യാണത്തിൽ. 3-ാം ദിവസം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഈ ദിവസങ്ങളെക്കുറിച്ച് വലിയൊരു ധ്യാനം ഉണ്ടായിരുന്നു പണ്ട് ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോൾ. 3 ദിവസത്തെ ധ്യാന മീറ്റിംഗ് ആയിരുന്നു. 1-ാം ദിവസം എന്ന് പറഞ്ഞ് ഒരു ദിവസം മുഴുവനും രാവിലെ ഉച്ചയ്ക്കും ഇതിനെക്കുറിച്ച് ധ്യാനം. 2-ാം ദിവസം 3-ാം ദിവസം വലിയ ഒരു ധ്യാന മീറ്റിംഗ്. വലിയ വിഷയമാണ് അതൊക്കെ. നമ്മളപ്പം ചെറുതായിട്ട് മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് അവൻ കാനാവിലെ കല്യാണത്തിന് ചെന്നു. കാനാവിലെ കല്യാണത്തെക്കുറിച്ച് നമുക്കറിയാം, വളരെ വിശദമാണ്. അവിടെ വെള്ളം വീഞ്ഞാക്കിയതോ ഇതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. യേശുവിൻ്റെ അമ്മ മറിയെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു, യേശുവിനെ അവർ ക്ഷണിച്ചിരുന്നു. അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ ആ വിവാഹ വിരുന്നിന് ക്ഷണിച്ചിരുന്നു, യേശുവിനെ ശിഷ്യന്മാരെ. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ വീട്ടിലെ കലവറയിലെ ഒരു സാധനം കുറഞ്ഞുപോയി, ഒരൈറ്റം കുറഞ്ഞുപോയി, ഒരു പ്രധാനപ്പെട്ട ഐറ്റം കുറഞ്ഞുപോയി. അങ്ങനെ ആയപ്പോൾ ആ സ്ത്രീ അല്ലെങ്കിൽ മാതാവ് ചെന്ന് യേശുവിനോട് പറയുന്നത് ആരംഗം. യേശു അതിന് മറുപടി, മാതാവ് ചെന്ന് പറയുകയാണ്, ഇവരുടെ വീഞ്ഞ് തീർന്നുപോയി, അല്ലെങ്കിൽ ഇവരുടെ കലവറയിലെ പായസം തീർന്നുപോയി, അല്ലെങ്കിൽ ഇവർക്ക് വിളമ്പേണ്ട ഇന്ന സാധനം ബീഫ് തീർന്നു. അതൊക്കെ അല്ലേ നമ്മുടെ സാധനങ്ങൾ. അവിടുത്തെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആദ്യം അവർക്ക് കൊടുക്കുന്ന ഇത് കഴിച്ചിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. മുന്തിരിച്ച ആ സാധനം തീർന്നുപോയി. അവിടെ യേശു കർത്താവ് പറയുന്ന വാക്ക്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ലല്ലോ. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മുന്നിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി നടപ്പാക്കുവാൻ നോ നീഡ് ഓഫ് റെക്കമെൻഡേഷൻ്റെ ഒരു കാര്യം ഇവിടെ ഇല്ല. ഇവിടെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞ് പ്രത്യേക പരിഗണന യേശുവിൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ട് ശരി ഞാൻ നോക്കാമെന്ന് പറഞ്ഞില്ല. എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ സമയം, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാലം എത്തിയിട്ടില്ലല്ലോ. അമ്മയുടെ കൈയൊഴിഞ്ഞു, ഇവൻ എന്തേലും പറയുന്നേ കേൾക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ സ്ഥലം കാലിയാക്കുക. അവിടെ റെക്കമെൻഡേഷൻ ഇല്ല എന്ന് വ്യക്തമാക്കുക. വലിയ ബിഷപ്പ് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടും, വലിയ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ ഒരു റെക്കമെൻഡേഷനും ഇല്ല അവിടെ. അവസാനം മാതാവ് തന്നെ തിരിച്ചറിഞ്ഞു, ഇവനല്ലാതെ വേറൊരു റെക്കമെൻഡേഷൻ എൻ്റെ ജീവിതത്തിലില്ല. നാം തിരിച്ചറിയണം, എൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഒരുവനെ പോലും ഞാൻ തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. എൻ്റെ കാലം, എൻ്റെ സമയമായിട്ടില്ല. അത് കഴിഞ്ഞ് മാതാവ് അവിടുന്ന് കടന്നുപോയി. ഇവിടെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ സമയമെത്തിയിട്ടില്ല, എൻ്റെ കാലമായിട്ടില്ല. എന്നാൽ ആവശ്യകതയുടെ നടുവിൽ കർത്താവ് സ്വയം തീരുമാനിക്കുകയാണ്, എൻ്റെ കാലമായിട്ടില്ല, എന്നാൽ ആ കാലമൊന്ന് മാറ്റാൻ പോവുകയാണ്, ആ സമയം ഞാനൊന്ന് മാറ്റാൻ പോവുകയാണ്, ആ കാലം ഞാനൊന്ന് മാറ്റുകയാണ്. എൻ്റെ കാലമായിട്ടില്ലെന്ന് മാതാവിനോട് പറഞ്ഞിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മാതാവ് മാറിപ്പോയപ്പോൾ ദൈവം പറയാണ്, ആ കാലത്തെ ഞാനൊന്ന് മാറ്റാൻ പോവുകയാണ്. അടയാളങ്ങളുടെ ആരംഭമായി ഇത് തീരും. അവൻ കാലത്തെ മാറ്റുന്നവനാ, അവൻ സാഹചര്യങ്ങളെ മാറ്റുന്നവനാ, അവൻ സീസണെ മാറ്റുന്നവനാ. അവൻ അവിടെ കാലത്തെ മാറ്റി. ഈ കാലം മാറ്റണമെങ്കിൽ ഒരു മഹാനെ കൊണ്ടും സാധ്യമല്ല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. മാതാവ് പോയിട്ട് ഒരു മഹാനെ കൊണ്ടും
നിന്റെ ജീവിതത്തിൻ്റെ മുന്നിലെ പ്രതിസന്ധിയുടെ കാലത്തെ മാറ്റുവാൻ സാധ്യമല്ല. എന്നാൽ അവിടെ ദൈവമേ നീ ക്ഷണിച്ചിട്ടുണ്ടോ? യേശുവിനെ ആ വിവാഹത്തിൽ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവാഹത്തിൽ അവൻ നിന്റെ കാലം മാറ്റും, നിന്റെ അവസ്ഥയെ മാറ്റും, നിന്റെ കുറവിനെ മാറ്റും, നിന്റെ ഇല്ലായ്മയെ മാറ്റും. അത് റെക്കമെൻഡേഷൻ അല്ല, പിന്നെയോ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് ഈ വർഷാവസാനം വരെയും ഹല്ലേലൂയ, ദൈവമേ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു എൻ്റെ ഭവനത്തിലേക്ക്. നീ കാലങ്ങളെ മാറ്റുന്നവനാണ്, കാലത്തെയും സമയത്തെയും മാറ്റുന്ന ദൈവം. കർത്താവേ ഹല്ലേലൂയ, ഈ കാണുന്നതെല്ലാം അഴിഞ്ഞു പോകുമ്പോൾ എന്നെ മാറ്റിമറിക്കുന്ന, എൻ്റെ കാലത്തെ മാറ്റുന്നൊരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ. അതുകൊണ്ടാണ് എഫേസ്യർ 5:15 പറഞ്ഞിരിക്കുന്നത്, ആകയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചു കൊള്ളുക എന്ന് എഫേസ്യരോട് പൗലോസ് പറയുന്നു. വിശദീകരിക്കുന്നില്ല. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവേ, ഇത് ദുഷ്കരമായ കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചു കൊള്ളുവീനെന്ന് പൗലോസ് ഹല്ലേലൂയ എഫേസ്യരോട് പറയുന്നു. കർത്താവേ, ഈ കാലം ഞങ്ങൾക്ക് അനുകൂലമല്ല, എന്നാൽ ഈ കാലമെല്ലാം കഴിയും, ഇതിൻ്റെ സമയമെല്ലാം മാറും. എന്നാൽ ഒരു പുതിയ തേജസ്സിൻ്റെ ആ വലിയ വെളിച്ചം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പ്രവൃത്തികളിൽ വ്യാപിക്കുവാൻ തക്കവാണ്. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് തിരുവീൻ. ഹല്ലേലൂയ. അതിനായി നിൻ്റെ സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലമെല്ലാം കഴിയും, എന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, എന്നു കാൺമതെല്ലാം അഴിയോ. പിന്നെ പൊതുയുഗം വിരിയും, തിരികെ വരാതെ നിത്യതയിൽ മറയോ. പിന്നെ പൊതുയുഗം വരാതെ നിത്യതയിൽ മറയും.